നമ്മൾ കഴിഞ്ഞ ദിവസം റേഡിയേഷൻ എനർജിയെക്കുറിച്ച് പറഞ്ഞപ്പം അതുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ലോസ് പറഞ്ഞു. നമ്മൾ വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പറഞ്ഞു, വീൻസ് ഫിഫ്ത്ത് പവർ ലോ പറഞ്ഞു, റെയ്ലേ ജീൻസ് ലോ പറഞ്ഞു. ഇനി അതിൻ്റെ അവസാനം നിന്നിരുന്ന ഇക്വേഷൻ ഇന്റഗ്രൽ 0 to infinity 8 pi kt lambda raised to -4 എന്നായിരുന്നു. ദാറ്റ് മീൻസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ടോട്ടൽ എനർജി. അങ്ങനെ വന്ന ക്ലാസ് അവസാനിച്ചു. അപ്പം ഇവിടെ റെയ്ലേ ജീൻസ് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ആ എക്സ്പ്രഷനിലെത്തി. അതായത് ഇ ലാംഡ ഡി ലാംഡ ഈസ് ഈക്വൽ ടു 8 pi kt ലാംഡ റേസ് ടു -4 ഡി ലാംഡ. അതായിരുന്നു ഇക്വേഷൻ. അപ്പൊ അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 0 to infinity എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെയാണ് അതൊരു കണ്ടിന്യൂസ് എനർജിയാണ് അല്ലേ. അതൊരു കണ്ടിന്യൂസ് എനർജി ആണെന്നും അതൊരു ബ്ലാക്ക് ബോഡി കണ്ടിന്യൂസ് ആയിട്ട് എനർജി ഇപ്പം 0 to infinity ഒരു കണ്ടിന്യൂസ് എനർജി സ്പെക്ട്രം, കണ്ടിന്യൂസ് എനർജി സ്പെക്ട്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷന്റെ ഫിസിക്കൽ കൺസെപ്റ്റ് അല്ലെ മീനിങ്. ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാങ്ക്സ് ഹൈപ്പോത്തസിസ്. പ്ലാങ്ക്സ് ഹൈപ്പോത്തസിസ് അറിയാം നമുക്ക്. മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഇദ്ദേഹം ഈ എനർജി റേഡിയേഷന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പം his hypothesis is that the energy spectra is not continuous. ഈ എനർജി സ്പെക്ട്ര is not continuous. അത് ഡിസ്ക്രീറ്റ് സ്പെക്ട്രയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ പർട്ടിക്കുലർ വാല്യൂസ് കിട്ടും അല്ലെ. അപ്പം വേറെ ആരും ഇതിനു മുമ്പുണ്ടായിരുന്ന വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ അല്ലെ റെയ്ലേ ജീൻസ് ലോ ഇതിനൊന്നും ഒരു തെറ്റ് കണ്ടുപിടിച്ചില്ല. പക്ഷേ പ്ലാങ്ക്സ് ഹൈപ്പോത്തസിസ് പറയുകയാണ് ഈ തിയറി, അതായത് ഇതിന് മുമ്പുള്ള തിയറി ദാറ്റ് ഈസ് ഓൺലി വാലിഡ് ഫോർ ദ അപ്പം ഈ എനർജി വാല്യൂസ് കണ്ടിന്യൂസ് ആണെന്ന് ഇതിന് മുമ്പിലുള്ള എല്ലാ സയന്റിസ്റ്റും പറഞ്ഞു, ഓർത്തോണം. അതുകൊണ്ടാണ് പിന്നീട് മാക്സ് പ്ലാങ്കിന്റെ ഹൈപ്പോത്തസിസ് നമുക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പം മാക്സ് പ്ലാങ്ക് പറഞ്ഞു ഈ എനർജി സ്പെക്ട്ര ഒരു കണ്ടിന്യൂസ് അല്ല, അത് ഡിസ്ക്രീറ്റ് ആണ്. അതായത് നമുക്ക് ഈ എനർജി റേഡിയേറ്റഡ് നെവർ കൺസിസ്റ്റ് ഓഫ് കണ്ടിന്യൂസ് വേവ് ലെങ്ത് ഫ്രം 0 to infinity. That means not continuous. That means energy radiated never consist the energy from 0 to infinity. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള മുഴുവൻ എനർജിയും കാണപ്പെടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഇത്രയും ഇത് നമുക്ക് പറയാൻ പറ്റുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ക്ലാസിക്കൽ തിയറി ഓർ ക്ലാസിക്കൽ മെക്കാനിക്സ്. ബട്ട് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ്. അതായത് ഈ എനർജി പോകുന്നത് ഓരോരോ പാക്കറ്റ് ഓഫ് എനർജിയാണ്. ആ ഓരോരോ പാക്കറ്റിനെ മാക്സ് പ്ലാങ്ക് വിളിച്ച പേരാണ് 1 പാക്കറ്റ് ഓഫ് എനർജി. 1 പാക്കറ്റ് ഓഫ് എനർജി
അതിനെ വിളിച്ച പേരായിരുന്നു വൺ ക്വാണ്ടം. ഒരു പാക്കറ്റ് ഓഫ് എനർജീനെ അദ്ദേഹം വിളിച്ച പേരായിരുന്നു വൺ ക്വാണ്ടം. വളരെ ഫിസിക്സിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ വലിയൊരു കാൽവെപ്പായിരുന്നു അത്. ദ ബെർത്ത് ഓഫ് ക്വാണ്ടം തിയറി എങ്ങനെയാണ് ചരിത്രത്തിൽ പറയുന്നത്? നമ്മുടെ സെൻറ്റൻസ് കണ്ട, ഇൻ ദ മിസ്റ്റി കോൾഡ് ഈവനിങ് ഓഫ് ഡിസംബർ 1900, 1900 ഒരു ദിവസം മാക്സ് പ്ലാങ്ക് പറയുകയാണ് ക്വാണ്ടം മെക്കാനിക്സിക്കൽ കൺസെപ്റ്റ്. അതിനുശേഷമാണ് ഈ ക്വാണ്ടം തിയറി, ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലും ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ് എല്ലാം ഡിറൈവ് ചെയ്തത് മാക്സ് പ്ലാങ്കിന്റെ ഈ കൺസെപ്റ്റോട് കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു ഈ എനർജി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വാല്യൂ അല്ല, അത് ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ദ റേഡിയേഷൻ ഈസ് എമിറ്റഡ് നോട്ട് കണ്ടിന്യൂസ്, ഇറ്റ് ഈസ് based upon the quantum energy or discrete value, or the energy is the multiple of the energy of a quantum. അതിൻ്റെ ഇക്വേഷൻ ആണ് അദ്ദേഹം പറഞ്ഞ E is equal to h into nu frequency, h Planck's constant 6.626 into 10 raised to minus 34 meter square kilogram per second. ഇതാണ് പ്ലാങ്ക്സ് കൺസെപ്റ്റ് അല്ലെ പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ് എന്നാന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ് മാത്രമേ ആയുള്ളൂ കേട്ടോ, പ്ലാങ്ക്സ് ലോ അല്ല പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് പറഞ്ഞ വീൻസ് ലോ, വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, ഡിസ്ട്രിബ്യൂഷൻ ലോ, ഫിഫ്ത്ത് പവർ ലോ, റെയിലെ ജീൻസ് ലോ, ജീൻസ് കൺസെപ്റ്റ്, ഇതെല്ലാം ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിരുന്നു, ബേസ്ഡ് തിയറി ആയിരുന്നു. അത് പ്യുവർലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ബ്ലാക്ക് ബോഡി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അത് എനർജി ഇൻ ദ ഫോം ഓഫ് ക്വാണ്ട ആയിട്ട്, ഡിസ്ക്രീറ്റ് വാല്യൂ ഓഫ് എനർജി ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എനർജിയുടെ വാല്യൂ E is equal to h nu ആയിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, പ്ലാങ്ക്സ് ഇങ്ങനെ കുറച്ച് ഹൈപ്പോത്തസിസുകളിലെത്തി. അദ്ദേഹം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്ലാങ്ക്സ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് പ്ലാങ്ക്സ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതും. ഇതിൻ്റെ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, കെമിസ്ട്രി മെയിൻ ഉള്ളവർക്കാണ് ഈ ടോപ്പിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി വന്നെ. മാത്സിന്റെ സിലബസിൽ എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്ക് കൊടുത്തിട്ടില്ല. സോ പ്ലാങ്ക്സ് ലോ. അപ്പം പ്ലാങ്ക്സ് ലോ ഈസ് ബേസ്ഡ് അപ്പോൺ ദ ക്വാണ്ടം തിയറി ദാറ്റ് ഈസ് ഡെഡ്യൂസ്ഡ് ബൈ മാക്സ് പ്ലാങ്ക്. അദ്ദേഹം ഡിറൈവ് ചെയ്ത ക്വാണ്ടം തിയറി ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഈ പ്ലാങ്ക്സ് ലോ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അക്കോർഡിംഗ് ടു പ്ലാങ്ക്സ് ലോ, ഇക്വേഷൻ പഠിക്കണം സ്ട്രിക്ട്ലി, വളരെ അത്യാവശ്യമാണ്. E ലാംഡ ഡി ലാംഡ നേരത്തെ നമ്മൾ എഴുതി 0 to infinity എല്ലാ വാല്യൂകളും പോസിബിൾ ആണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് E ലാംഡ ഡി ലാംഡ ഈസ് ഈക്വൽ ടു 8 pi hc ലാംഡ റൈസ് ടു -5 divided by e raised to hc divided by lambda kt -1 into d ലാംഡ. ഈ ഒരു എനർജി വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ, ചെറിയ ഒരു പർട്ടിക്കുലർ വാല്യൂവിലെ എനർജി, ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ എനർജി ആക്കി മാറ്റും. ദ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന എനർജി, ദ എനർജി emitted by a black body. ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ വാല്യൂ E ലാംഡ ഡി ലാംഡ ഈസ് ഈക്വൽ ടു, അപ്പൊ ഈ E ലാംഡയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 8 pi hc ലാംഡ റേസ് ടു -5 ഡിവൈഡ് ബൈ E റേസ് ടു hc ബൈ ലാംഡ kt. ഈ പൈ നമുക്കറിയാം 3.14. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, c വെലോസിറ്റി ഓഫ് ലൈറ്റ്, റേഡിയേഷന്റെ സ്പീഡ് ലൈറ്റിന്റെ വെലോസിറ്റി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിന് ഇക്വലന്റ് ആയിരിക്കും. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്, അഗെയിൻ ലാംഡ e raised to hc by lambda kt -1. This expression is called Planck's law or Planck's radiation formula.
Planck's radiation formula. ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് തിരിച്ച് വീൻസ് ലോയിലോട്ടും തിരിച്ചു പോകാം. Where c is the velocity of electromagnetic wave or radiation or light, and this Planck's law was in agreement with the experimental result. നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ എക്സ്പെരിമെന്റൽ റിസൾട്ട് ഇങ്ങനെ റേഡിയേഷന്റെ വാല്യൂ മെഷർ ചെയ്തപ്പോഴും ഇത് ഒബേ ചെയ്തു. ആൻഡ് ഈ പ്ലാങ്ക്സ് ലോ ഷോർട്ടഡ് വേവ് ലെങ്തിലെ കേസിൽ ദിസ് പ്ലാങ്ക്സ് ലോ ക്യാൻ ബി reduced to Wien's law. Planck's law can be reduced to Wien's law. Only for shorter wavelength. അപ്പോൾ ഇതാണ് പ്ലാങ്ക്സ് ലോ ചോദിച്ചാൽ എഴുതണ്ട, അല്ലെ പ്ലാങ്ക്സ് തിയറി അല്ലെങ്കിൽ പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല ചോദിച്ചാൽ നമ്മൾ എഴുതും. പ്ലാങ്ക്സ് ഹൈപ്പോത്തസിസ് അനുസരിച്ച് ക്വാണ്ടം തിയറിയിലേക്ക് വന്നു. അതിനുശേഷം അതിന്റെ വാല്യൂ അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം എക്സ്പെരിമെന്റിൽ ചെയ്തു നോക്കിയപ്പോൾ ഈ വാല്യൂ ആയിട്ടും കൃത്യമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദിസ് ഫോർമുല E lambda d lambda is equal to this one, that is called Planck's radiation formula. Very, very important. That is solar constant. Solar constant. എന്താന്ന് ഓർക്കുന്നുണ്ടോ? സോളാർ കോൺസ്റ്റന്റ്. അതായത് ശരിക്കും സോളാർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ വരുന്ന ഇപ്പം സണ്ണ് നമ്മളുടെ ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. ഇപ്പൊ സണ്ണിൽ നിന്ന് റേഡിയേഷൻ ആയിട്ട് എനർജി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മുടെ എർത്തിൽ വരും, അല്ലേ? ഇതാണ് ഈ എർത്തെങ്കിൽ ഇതിപ്പം അന്തരീക്ഷത്തിലൂടെയൊക്കെ കടന്നു വരുന്നു. അപ്പം ഈ സോളാർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാല് എത്രമാത്രം റേഡിയേഷൻ ഭൂമിയിൽ വരുന്നുണ്ട്, യൂണിറ്റ് ടൈമിൽ യൂണിറ്റ് ഏരിയയിൽ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയിലെ യൂണിറ്റ് ഏരിയ വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ബോഡിയിൽ വരുന്ന ടോട്ടൽ റേഡിയേഷനെ വിളിക്കുന്ന പേരാണ് സോളാർ കോൺസ്റ്റന്റ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സോളാർ കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ amount of solar radiation fall on a perfectly black body in unit area in unit time. That is called solar constant. പക്ഷെ നമുക്കത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും അല്ലെ എപ്പോഴും തുല്യമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ദെയർ ആർ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. ഇപ്പൊ ഇതിലൂടെ വരുന്നെങ്കിൽ നമുക്കറിയാം അന്തരീക്ഷത്തിൽ ക്ലൗഡ്സ് കാണും, അതുപോലെ പൊടിപടലങ്ങൾ കാണും, ഹ്യൂമിഡിറ്റി കാണും, ക്ലൗഡ്സ് കാണും, പിന്നെ വേപ്പർ അല്ലെങ്കിൽ മോയ്സ്ചർ കാണും, മഞ്ഞ് സ്നോയൊക്കെ കാണാം, അതുപോലെ ലാർജ് നമ്പർ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിള്, അതുപോലെ ഇത് എയറിലൂടെയാണ് വരുന്നത്. ദെയർ ഈസ് ലാർജ് നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് ആർ പ്രസന്റ് ദെയർ. അപ്പം സോളാറിൽ നിന്ന് അല്ലെ സണ്ണിൽ നിന്ന് എർത്തിലേക്ക് വരുന്ന റേഡിയേഷൻസ് ദീസ് ഫാക്ടറിനെ എല്ലാം അഫക്റ്റ് ചെയ്യും, അല്ലേ? അപ്പം സണ്ണിൽ നിന്ന് പുറപ്പെടുന്ന തെർമൽ എനർജി മുഴുവൻ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഭൂമിയിൽ വന്ന് വീഴില്ല. ബിക്കോസ് ഇവിടെ വന്നിപ്പം ഈ ക്ലൗഡ്സിൽ വന്നാൽ എന്നാ പറ്റും? ഇവിടെ നിന്ന് വരുന്ന റേഡിയേഷൻ ആണെങ്കിൽ അതിവിടെ വന്ന് ഇടിച്ചേച്ച് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. അതുപോലെ ഇവിടുത്തെ ടൈനി പാർട്ടിക്കിൾസ് വന്ന് ഇടിച്ചിട്ട് തിരിച്ചു പോകും. സോ ദ ടോട്ടൽ എനർജി ഭൂമിയിലെത്തുന്നത് എന്നാ പറയണേ, ഒരു 20 മുതൽ 40%, 20-60 എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞത്. ഒരു 20-40% ഓഫ് എനർജി തന്നെ സണ്ണിൽ നിന്ന് പോരുന്നത് മുഴുവൻ ഈ പറയുന്നത് പോലെ അബ്സോർഷനും റിഫ്ലക്ഷനും ഒക്കെ നടന്നു പോകും. സ്കാറ്ററിങ് നടക്കാം, കുറച്ച് മോളിക്യൂൾ അതിന് വേണേ അബ്സോർബ് ചെയ്യാം,
കുറച്ച് വേണമെങ്കിൽ എന്നാ പറയണേ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകാം. അങ്ങനെ ഒരു 20 to 40% ഓഫ് സോളാർ എനർജി ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഓർ ലോസ് ഫ്രം അറ്റ്മോസ്ഫിയർ. The remaining part is only reaches to our earth. അപ്പം ശരിക്കും ഇതുകൊണ്ട് നമുക്ക് എത്രമാത്രം എനർജി മിച്ചം ഭൂമിയിൽ വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാം അല്ലേ? ദ റിമൈനിങ് എനർജി കണ്ടുപിടിക്കാം. അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ എത്രമാത്രം എനർജി വരുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അതുകൊണ്ട് നമുക്ക് സണ്ണിൽ നിന്ന് പുറപ്പെടുന്ന എനർജിയുടെ ദ എമൗണ്ട് ഓഫ് എനർജി produced or liberated from the sun അത് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. So these are the main factors which are depending in the atmosphere or our environment before the reaching of the solar radiation from sun to earth. ഈ ഫാക്ടറുകളെല്ലാം അഫക്റ്റ് ചെയ്യും. ഇതിന് ശേഷം ബാക്കി എത്ര വരുന്നു അത് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ സോളാർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ സോളാർ കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് സോളാർ റേഡിയേഷൻ received on Earth's surface in unit area in unit time. ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്. യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റർ എടുക്കുക. അപ്പോൾ 1 മീറ്റർ നീളവും വീതിയുള്ള ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇൻ യൂണിറ്റ് ടൈം ഓൺ എ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി. This is the definition. This is called solar constant. 1 സെക്കൻഡില് ഭൂമിയിൽ, അതൊരു ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചാൽ പോരാ. ഒത്തിരി സമുദ്ര സീ ലെവൽ ഇതാണെങ്കിൽ ഒത്തിരി താഴ്ചയുള്ള പ്രദേശത്തോ ഒത്തിരി ഉയർച്ചയുള്ള പ്രദേശത്തോ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല. ദ മീൻ സർഫസിൽ വെക്കണം. ഓൺ എ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി പ്ലേസ്ഡ് on the mean surface of earth. എന്നാലേ ഒരു ആവറേജ് വാല്യൂ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുവാണെങ്കിൽ, വലിയ മലകളും സമുദ്രനിരപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ആവറേജ് വാല്യൂ ഓഫ് ഹൈറ്റിൽ വെച്ച് വേണം ഇത് മെഷർ ചെയ്യാൻ. അതാണ് പറയുന്നത്. So the total amount of solar radiation received on Earth's surface by a perfectly black body in unit area in unit time is placed on the mean surface height on or of Earth. That is called solar constant. ഇപ്പം നമ്മൾ പറഞ്ഞു എർത്തിന്റെ സർഫസിൽ ഇത് എത്ര വരുന്നോ അത് നമുക്ക് മെഷർ ചെയ്തെടുക്കണം. അത് മെഷർ ചെയ്യുന്ന ഡിവൈസ്, അതിൻ്റെ പേരാണ് ഫെരീലിയോമീറ്റർ. ഞാൻ അങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പറയുന്നത്. സ്പെല്ലിങ് പറയാം. PHRHELIO മീറ്റർ. ഈ പെരീലിയൻ റീജിയൻ, അഫീലിയൻ റീജിയൻ എന്നൊക്കെ പറയും. The solar constant is measured by the device. Measured by the device is called ഫെരീലിയോമീറ്റർ. അങ്ങനെ വായിക്കാൻ കേട്ടോ, ഫെരീലിയോമീറ്റർ. ഇതിനകത്തെ ഈ ഓരോ വാക്കിൻ്റെയും മീനിങ് വരുന്നത് ശരിക്കും പൈറോ എന്ന് പറഞ്ഞൊരു വാക്കാണ് ആദ്യം തന്നെ, പിന്നെ ഹീലിയോ, പിന്നെ മെട്രോൺ. ഓരോ വാക്കിൻ്റെ അർത്ഥം ഫയർ, സൺ, മെഷർ.
അവയിൽ നിന്നാണ് ഉണ്ടായത്. അതായത് സൂര്യനിൽ നിന്ന് എത്രമാത്രം ഫയർ അല്ലെങ്കിൽ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് അളക്കുന്ന മീറ്ററാണ്, സോളാർ കോൺസ്റ്റന്റ് അളക്കുന്ന മീറ്റർ. So it is actually, there are two types, actually three type of ferriometer. The first one is that the water flow ferriometer. Second one, the water stir ferriometer. Third one, Angstrom's compensation ferriometer. First one, water flow ferriometer. Second one, water stir എന്ന് പറഞ്ഞാൽ ഇളക്കുക, water stir ferriometer. Third one, Angstrom's compensation ferriometer. ഇങ്ങനെ 3 തരം ഫെറീലിയോമീറ്റർ ഉണ്ട്. ഇത് പറയാൻ കാരണം, ഇത് എസ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ സോളാർ കോൺസ്റ്റന്റ് എന്താണ്, അത് എങ്ങനെ മെഷർ ചെയ്യാം, പിന്നെ ആ ഫെറീലിയോമീറ്ററിന്റെ അത് നമ്മളുടെ ടെക്സ്റ്റിൽ ആങ്സ്ട്രംസ് കോമ്പൻസേഷൻ ഫെറീലിയോമീറ്റർ, അതിൻ്റെ പ്രിൻസിപ്പിള്, ഡിസ്ക്രിപ്ഷന്, വർക്ക്, അതിൻ്റെ ഗ്രാഫ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആ എസ് ചോദിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഹെഡിങ് ആയിരിക്കും, ആങ്സ്ട്രോംസ് കോമ്പൻസേഷൻ ഫെറീലിയോമീറ്റർ. സോ the solar constant is measured by ferriometer. They are classified into 3 types: water flow type, water stir types, Angstrom's compensation ferriometer. Angstrom's compensation ferriometer. Angstrom's compensation ferriometer. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി വെച്ചാൽ അതിന്റെ പ്രത്യേകത എന്നായിരിക്കും, അത് അതിൽ വീഴുന്ന എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യും. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡിയാണ്, which absorb all the radiation fall on it. Absorb all radiations. ഈ ചില മെറ്റീരിയൽ, ഇപ്പം ഞാൻ നമ്മളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 7.14 അതിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്ലാറ്റിനം സ്ട്രിപ്പാണ് ഉപയോഗിക്കുന്നത്, ഒരു പെർഫെക്റ്റ്ലി ബ്ലാക്ക് പ്ലാറ്റിനം സ്ട്രിപ്പ്. ഇതിന്റെ പ്രിൻസിപ്പിളിനകത്ത് വന്നതാണ് ഇതൊക്കെ പ്രിൻസിപ്പിൾ. ഇത് ഉപയോഗിച്ചാൽ എങ്ങനെയായിരിക്കും ഇത് മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു പെർഫെക്റ്റ്ലി ബ്ലാക്ക് സ്ട്രിപ്പാണ് ഇതെന്നിരിക്കട്ടെ. അപ്പൊ ഈ പെർഫെക്റ്റ്ലി ബ്ലാക്ക് സ്ട്രിപ്പിലേക്ക് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് EMW എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ എനർജി, അത് ഇതിൽ വന്ന് വീണ് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു +2 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നൊക്കെ. ഇതിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. Electrons are emitted from the surface. അപ്പൊ ആ ഇലക്ട്രോണെ കളക്ട് ചെയ്ത് മെഷർ ചെയ്താൽ നമുക്ക് എന്തറിയാം, എത്രമാത്രം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. You can measure the current produced by this radiation. അങ്ങനെ എത്രമാത്രം കറണ്ട് ഉണ്ടായി എന്ന് അളന്നിട്ടാണ് നമ്മൾ എത്രമാത്രം റേഡിയേഷൻ ആണ് വന്ന് വീണത്. സോ ദാറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ.
The solar energy absorbed by a blackened metal strip and the electric current passing through the metal strip gives the radiation falls on it. ആ മെറ്റൽ സ്ട്രിപ്പിൽ എത്രമാത്രം എന്നാ പറയുന്നത് ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട് അല്ലെ? അതിനകത്ത് ഈ മെറ്റൽ സ്ട്രിപ്പ് വീണ് ഉണ്ടാകുന്ന ഹീറ്റ് എനർജി മൂലമാണ് അവിടെ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നത്. അപ്പം ആ ഹീറ്റ് എനർജിയും ആ ഇലക്ട്രിക്കൽ എനർജിയും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്തുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹീറ്റ് എനർജി എത്രയാണ് ഒന്ന് വെച്ചാൽ മറ്റേനെ കോമ്പൻസേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഇത്ര ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായാൽ അത് ഇത്ര റേഡിയേഷൻ മൂലമാകും, അല്ലെങ്കിൽ ഇത്ര റേഡിയേഷൻസ് വന്ന് വീണാൽ ഇത്രമാത്രം എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടേമിനകത്ത് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അതുമൂലം അത്രമാത്രം കോമ്പൻസേറ്റ് ചെയ്ത് അത്രമാത്രം ഇലക്ട്രിക്കൽ കറണ്ട് ഉണ്ടായി. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ആങ്സ്ട്രോംസ് കോമ്പൻസേഷൻ പെരിലോമീറ്റർ. ഇനി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ മതി. നമുക്കിവിടെ 2 മെറ്റൽ സ്ട്രിപ്പ് വേണം. ആക്ച്വലി 2 പെർഫെക്റ്റ്ലി ബ്ലാക്ക് മെറ്റൽ സ്ട്രിപ്പുകൾ വേണം. അതിനെ നമുക്ക് എ ബി എന്ന് വിളിക്കാം. ദിസ് ഈസ് മെറ്റൽ സ്ട്രിപ്പ് ബി, ദിസ് ഈസ് മെറ്റൽ സ്ട്രിപ്പ് എ. മെറ്റൽ സ്ട്രിപ്പ് എയിലേക്കാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഫോളോ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് റേഡിയേഷൻ വീഴാൻ അനുവദിക്കും. പക്ഷെ ഇതിലേക്ക് വീഴാൻ അനുവദിക്കില്ല. ഇതിനെ നമ്മൾ ഒരു ഷീൽഡ് കൊണ്ട് കവർ ചെയ്ത് വെക്കും. യെസ്. അപ്പൊ നമുക്ക് എന്നാ പറ്റും? ഇതിനെ ഇവിടുന്ന് ഇപ്പൊ ഈ റേഡിയേഷൻ വീഴുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ റേഡിയേഷൻ വീഴുന്നത് കൊണ്ട് അവിടെ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് ഉണ്ടാവാം. ആ കറണ്ട് ഉണ്ടാകുന്നത് നമ്മൾ ഈ ബോഡിയുമായി കണക്ട് ചെയ്യും. ഇവിടെ ഹീറ്റ് വീഴുന്നുണ്ട്, ഇവിടെ ഹീറ്റ് വീഴുന്നില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ഘടിപ്പിച്ചാൽ നമുക്കറിയാം ഗാൽവനോമീറ്റർ ഒരു കറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ആ വോൾട്ടേജിന്റെ പ്രസൻസ് അളക്കാൻ ഉപയോഗിക്കും. ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ. ഇനി ബി എന്നാ എന്ന് ചോദിച്ചാല് ബി എന്ന് പറയുന്നത് നമ്മൾ ഒരു വോൾട്ട്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യുക. വോൾട്ട്മീറ്റർ എപ്പോഴും പാരലലായിട്ട് കൊടുക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് സീരിയസ് ഇങ്ങനെ കയറി ഇറങ്ങി പോവാട്ടോ. ഒരു അമ്മീറ്റർ കൊടുക്കാം, കടന്നു പോകുന്നു. അവിടെ ഒരു റിയോസ്റ്റാറ്റ് കൊടുക്കുന്നു. ഇവിടെ കൂട്ടിമുട്ടുന്നില്ല, ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇതാണ് ആക്ച്വലി ഒരു ആങ്സ്ട്രോംസ് കോമ്പൻസേഷൻ ഫെറിലോമീറ്ററിന്റെ ഫിഗർ. ഇതിന് ഓരോന്നിനും ഡിസ്ക്രിപ്ഷനകത്ത് പറഞ്ഞാൽ മതി. ലെറ്റ് എ ആൻഡ് ബി ആർ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ആൻഡ് platinum strips which are in same size, same shape, which are mounted at a particular height. പക്ഷെ ആ ഒരു ട്യൂബിന് മുകളിലാണ് വെക്കണം. ട്യൂബ് ഇവിടെ തന്നിട്ടില്ല. ഇനി എസ് എന്നാ പറഞ്ഞ ഒരു സ്ക്രീൻ വെക്കും. എന്നിട്ട് നമ്മൾ ബിക്ക് മുകളിലാണ് ഇപ്പൊ സ്ക്രീൻ വെച്ചിരിക്കുന്നതെങ്കിൽ എയുടെ മുകളിൽ നമ്മൾ റേഡിയേഷൻ വീഴാൻ അനുവദിക്കും. എന്നിട്ട് നമ്മൾ ഒരു ഇവിടെ എ ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വെച്ചാൽ ഈ മെറ്റൽ സ്ട്രിപ്പിന് 7 എന്ന് കൊടുത്തുകൊണ്ട് സെയിം പേര് വരാതിരിക്കാൻ എ ഡാഷ് എന്ന് പറയുന്ന ഒരു അമ്മീറ്റർ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്നു. വി ഈസ് ദ വോൾട്ട്മീറ്റർ യൂസ്ഡ് ടു എന്നാ പറഞ്ഞു വോൾട്ടേജ്. ഒരു പെർഫെക്റ്റ്ലി റീഡിങ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു റിയോസ്റ്റാറ്റ് കൊടുക്കുന്നു. ഇനി ഒരു തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇതിന്റെ 2 എഡ്ജുകൾ മെറ്റൽ ബി ഈസ് കണക്റ്റഡ് ടു എ തെർമോകപ്പിൾ.
തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായ ടെമ്പറേച്ചർ എത്രയാണ്, ദ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ വ്യത്യാസം. ഇപ്പൊ ഇവിടെ ഒരു ഹോട്ട് ബോഡി ഒരു കോൾഡ് ബോഡി ഉണ്ടെങ്കിൽ അത് തമ്മിൽ ഇങ്ങനെ കുത്തി നോക്കിയാൽ അത് തമ്മിൽ എത്രമാത്രം ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അത് ഒരു തെർമോകപ്പിൾ ഉപയോഗിച്ച് ആ ഹീറ്റ് നമുക്ക് അറിയാൻ പറ്റും. വർക്കിംഗ് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. രണ്ടും പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡിയാണ്. എ എന്ന് പറയുന്നത് നമ്മൾ എന്നാ ചെയ്യുന്നു, നേരെ സൺലൈറ്റ് വീഴാൻ അനുവദിക്കുന്നു. അങ്ങനെ സൺലൈറ്റ് വീഴുമ്പോഴത്തേന് അവിടെ ഒരു ടെമ്പറേച്ചർ ഉയരുന്നു എയുടെ. അതനുസരിച്ച് ഒരു തെർമോ EMF അവിടെ ഉണ്ടാകുന്നു. അവിടെ ഉണ്ടായ ടെമ്പറേച്ചർ വ്യത്യാസം നമുക്ക് തെർമോകപ്പിൾ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. ഇപ്പൊ ഗാൽവനോമീറ്ററിൽ നമുക്കൊരു ഡിഫ്ലക്ഷൻ കിട്ടുന്നു. അതിനുശേഷം ആ കറണ്ട് മെറ്റൽ ബിയിലേക്ക് പാസ് ചെയ്യുന്നു. അതുമൂലം നമ്മളുടെ ബിക്ക് ഒരു എന്നാ പറഞ്ഞു എ ഹീറ്റപ്പായ അല്ലെങ്കിൽ അതിലെ കറണ്ട് മൂലം ബിയില് നമുക്ക് എത്തിച്ചേർന്ന കറണ്ട് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാന്ന് വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ആക്കാം അല്ലെങ്കിൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇങ്ങനെ വീണ അല്ല ഇവിടെ ഉണ്ടായ റേഡിയേഷൻ എത്ര, അല്ല ഉണ്ടായ കറണ്ട് എത്രയാന്നുള്ള വാല്യൂവിൽ നിന്ന് നമ്മൾ അവിടെ ഉണ്ടാകുന്ന റേഡിയേഷൻ എത്രയാന്ന് മനസ്സിലാക്കും. അതായത് ഇപ്പം നമ്മളുടെ റേഡിയേഷന്റെ അളവ്, ഇപ്പം ഈ എക്സ്പോസ് ചെയ്ത റേഡിയേഷൻ S ആണെങ്കിൽ A ആണ് ഏരിയ എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് അല്ലെ, ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് H=I²RT. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാം H=VIT, അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ഹീറ്റ് ബൈ ടൈം. അപ്പൊ VIT/T, അപ്പൊ V × I മെഷർ ചെയ്താൽ മതി. ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്തുകൊണ്ട് എത്രമാത്രം റേഡിയേഷൻ ആണ് വീഴുന്നത് എന്ന് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് മനസ്സിലാക്കും. അങ്ങനെ നിൽക്കട്ടെ. ഇനി അതിന്റെ കാൽക്കുലേഷൻസും എങ്ങനെയാണ് ഗ്രാഫ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എയില് റേഡിയേഷൻ വീണ് ചെയ്ത് കഴിയുമ്പം അവിടുത്തെ ടെമ്പറേച്ചർ ഉയർന്നിട്ട് നമ്മൾ പറയുന്ന പോലെ ഇലക്ട്രോൺസ് വാലൻ ഷെല്ലിൽ നിന്ന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അതുമൂലം ഒരു കറണ്ട് ഉണ്ടാകും. ആ കറണ്ട് നമുക്ക് ബിയിലേക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ബിയിൽ നിന്ന് നമുക്ക് എന്നാ പറ്റും, ഈ കറണ്ട് വരുന്ന കാരണം ബിയിലും ഹീറ്റ് ഉണ്ടാകും, ചൂട് കൂടും. ആ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം തെർമോകപ്പിൾ മൂലം ഒരു തെർമോകപ്പിൾ ഉപയോഗിച്ച് അളന്നെടുത്തു. അവിടെ ഉണ്ടായ വോൾട്ടേജും കറണ്ടും VI, ഹീറ്റിന്റെ ഇക്വേഷൻ H=ജൂൾസിലാണ് VIT. അതിനകത്ത് നമുക്ക് പവറിന്റെ VI മെഷർ ചെയ്യാം. ഇവിടെ എത്രമാത്രം ഹീറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നറിയാൻ ഉണ്ടാകുന്ന ഹീറ്റിന്റെ അളവ് H=VI ആയിരിക്കും. അപ്പൊ വിയും ഐയും കണ്ടുപിടിച്ചിട്ട് അതിന്റെ പ്രൊഡക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഇക്വലന്റ് ആയിട്ട് സോളാർ എനർജി വന്ന് വീണു, അല്ലെ ആ കറണ്ടിന് ഇക്വലന്റ് ആയിട്ട് ഇവിടെ ഉണ്ടാകുന്ന കറണ്ടും വോൾട്ടേജും തമ്മിൽ, അമ്മീറ്ററിലെ കറണ്ടും വോൾട്ട്മീറ്ററിലെ വോൾട്ടേജ് ഡിഫ്ലക്ഷനും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന വാല്യൂ ഓഫ് അത്രയും ഹീറ്റ് റേഡിയേഷൻ ആയിരിക്കും വന്ന് വീണത്. അങ്ങനെ നമുക്ക് സോളാർ എനർജി എത്ര വന്നു അല്ലെങ്കിൽ സോളാർ കോൺസ്റ്റന്റ് എത്രയാണ് എന്ന് മനസ്സിലാക്കാം.